സ്ത്രീകൾക്ക് കൂടുതൽ സൗന്ദര്യം തോന്നാനാണെങ്കിൽ അവർ നെക്ക് ലൈൻസ് ഷോക്കേസ് ചെയ്യും. ഫോട്ടോ പോസ് ചെയ്യുന്ന സമയത്ത് നെക്ക് ലൈൻസ് ഷോക്കേസ് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യും. ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അതുപോലെ ഐബ്രോസ് ഉണ്ട്. ഐബ്രോസ് നിങ്ങൾ ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഐബ്രോസ് അപ്പ് ചെയ്യും. ഞാൻ നിങ്ങൾ ചിരിക്കല്ലേ, ഇപ്പൊ ചിരിക്കുന്നത് ഞാൻ എനിക്ക് കുറച്ചുകൂടി എക്സ്പ്രസീവ് ആണെങ്കിൽ കണ്ണ് തുറന്ന് ചിരിച്ചാൽ അപ്പം അത് കുറച്ചുകൂടി എക്സ്പ്രസീവ് ആവും. നിങ്ങൾ ഏത് എക്സ്പ്രഷൻ കാണിക്കുകയാണെങ്കിലും അവിടെ നിങ്ങൾ ഐബ്രോസ് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് എക്സ്ട്രീമിലേക്ക് പോകും. ഞാൻ ഇപ്പൊ ചിരിക്കല്ലേ കണ്ടോ. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്നിക്ക് ട്രെയിനിങ്. അപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, പബ്ലിക് സ്പീച്ച്, കോൺഫിഡൻസ് ത്രൂ ബോഡി ലാംഗ്വേജ്, എജിലിറ്റി ടെസ്റ്റ്, എബിലിറ്റി ടെസ്റ്റ്, മോട്ടോർ ആക്ടിവിറ്റി ടെസ്റ്റ്, അതായത് കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികൾ എക്സ്ട്രോവേർട്ട് ആക്കുന്നത്, ഇതൊക്കെ നമ്മൾ സിലബസ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഗ്രാജുവലി ഡെവലപ്പ് ആയതാണ്. അങ്ങനെ ഈ സിലബസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഞാൻ നമ്മുടെ നാട്ടിലെ കുറച്ച് മോഡലിംഗ് കമ്പനീസിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു സിലബസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊന്നും അതിൽ ഇതൊന്നും നടക്കുന്ന പരിപാടിയല്ല, ഒന്നും കാര്യമില്ല. നമ്മുടെ കുറച്ച് യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലൊക്കെ ഞാൻ പോയി നോക്കി. അവരോട് ഇത് നടക്കില്ല, ഇത് പുറത്തൊക്കെ നടക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ പഠിച്ചതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 10 മോഡൽസിന് ഒരു 10ഓളം കുട്ടികളെ വിളിച്ചിട്ട് ഫ്രീ ആയിട്ട് ട്രെയിനിങ് കൊടുത്തു. മോഡലിംഗ് ഫ്രീ ആയിട്ട് ഞാൻ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ അവരൊക്കെ ഡെവലപ്പ് ചെയ്ത് മോഡലിംഗ് തന്നെ മോഡലാക്കാൻ ശ്രമിച്ചു. ഈ 10 കുട്ടികളിൽ കുറേ പേര് മിസ് കേരള, മിസ് സൗത്ത് ഇന്ത്യ ഒക്കെ കോമ്പറ്റീഷനിൽ പോയിട്ട് വിൻ ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല